പ്രിയപ്പെട്ട സുരേഷിന് ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്വാഗതം. ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സത്യത്തിൽ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഇന്നലെ വരെ ഞാൻ അനുഭവിച്ച സ്ട്രെസ് ഇവിടെ ഇരിക്കുന്ന ആർക്കും ഊഹിക്കാൻ കഴിയില്ല. പക്ഷേ ഇടതുപക്ഷമല്ലാതായി മാറുകയും ഇടതുപക്ഷ മൂല്യങ്ങൾ കേരളത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത് UDF സംവിധാനമാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നെഹ്റുവിയൻ സോഷ്യലിസം എങ്ങനെയാണ് കേരളത്തിൽ നടപ്പിലാക്കേണ്ടത് എന്നത് UDF സംവിധാനമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാർ തുടരണമോ വേണ്ടയോ എന്നത് ചിന്തിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരാണ് കേരളത്തിലുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടക്കുന്നത് പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഭരണത്തെ സ്നേഹിക്കുന്നവരുമാണ്. പാർട്ടിയെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ അസംതൃപ്തരാണ് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. ഇന്നലെ വരെ ഞാൻ അനുഭവിച്ച വിഷമം ഇന്നലെ മാറി എന്ന് പറയുന്നതിൻ്റെ കാരണം VS-ന് വിധിച്ചത് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് നമുക്കെല്ലാം അറിയാം. അതേ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എനിക്ക് ഇന്നലെ വിധിക്കപ്പെട്ടു എന്നുള്ളത് നിങ്ങളെല്ലാം മനസ്സിലാക്കിയ കാര്യമാണ്. 100 തവണ അപ്പീൽ കൊടുത്താലും എന്നെ തിരിച്ചെടുക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് എൻ്റെ മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിഞ്ഞത്. 13 കൊല്ലമായി ഞാൻ അനുഭവിച്ച വേദന ഇന്നലത്തോടെ ഞാൻ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അത് ആ സമയത്ത് എൻ്റെ തളരുന്ന കൈക്ക് പിടിച്ച് സംരക്ഷണം തരാമെന്ന് UDF സംവിധാനം ഏറ്റു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ആവേശം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പ്രിയപ്പെട്ട സന്ദീപ് വാര്യർ ഉൾപ്പെടെ PV രാജേഷ് ഉൾപ്പെടെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്. സതീശേട്ടൻ എന്ന് ഞാൻ വിളിക്കുന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേരളത്തിൻ്റെ നേതാവായി മാറിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ.